എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് വൈകുന്നേരം നമുക്ക് പാടത്ത് പോയിരുന്ന് ചായ അടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഓക്കെ, ഞാനും സിസ്റ്ററും റെഡിയായി മക്കളെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പാടത്ത് പോയിരുന്ന് ചായ അടിക്കാണ്. ഈ ഒരു സൺസെറ്റും കണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരെ കൂടെ ഇങ്ങനെ സ്വരമൊക്കെ പറഞ്ഞ് ചായ അടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസം തന്നെയാണ്. നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്, ചായ കുടിക്കാൻ. അതല്ല, എന്താ ചായ കുടിക്കണ്ടേ? കുടിക്കാം, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഡയലോഗിൻ്റെ ആവശ്യം എന്താണെന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ മോക്ക് മെയിനായിട്ട് ഈ പാടല്ല, പാടത്തിൻ്റെ എൻഡിൽ ഒരു കുളമുണ്ട്, അവൾക്ക് അവിടേക്ക് പോവാണ് വേണ്ടിയത്. ഇവിടെ ഇപ്പോൾ നാറ് നടന്ന ഒരു സമയമായതുകൊണ്ട് നല്ലോണം ചളിയായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലാണ് വരമ്പൊക്കെ ഉള്ളത്. ഇനി കുറച്ച് റിസ്ക് എടുക്കാൻ റെഡി ആയി കേട്ടോ. അത്രയും നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ വരമ്പുള്ളത്. ഇനി കുളം കാണാമെന്നുള്ള അവരൊരു ആഗ്രഹമല്ലേ, കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞത് സാധിപ്പിച്ചു കൊടുക്കണ്ടേ. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഈ വരമ്പിൻ്റെ കുറച്ച് എൻഡിലായിട്ടാണ് നമ്മൾ ആ കുളം വരുന്നത്. സെറ്റപ്പുകളൊക്കെ കൊള്ളാലോ. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട കാര്യം, കാല് കവർ ചെയ്യുന്ന രീതിയിലുള്ള ചെരുപ്പിടാൻ നോക്കുക. എന്നാൽ കുറച്ചും കൂടി നമുക്കൊന്ന് സേഫ്റ്റി ആവും. അങ്ങോട്ട് നിൽക്ക, എങ്ങോട്ട് ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ, ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാവൂ. വ്രതമുണ്ട്. എന്നെ കുളിക്കൊണ്ടിട്ട കുളത്തിലെ മീനുകളെല്ലാം ചത്തു പെരുവും. അങ്ങനെ ചളി ചവിട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞ മക്കളൊക്കെ ഫുൾ ചളിയിൽ മുക്കിയിട്ടാണ് ലാസ്റ്റ് ഇവിടുന്ന് പോയത്. പിന്നെ കുളത്തിലിറങ്ങി വേഗം കാലും കൈയൊക്കെ റെഡിയാക്കിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ് കൗതുക ലേശം കൂടുതൽ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇന്നത്തെ പ്രയാണം കഴിഞ്ഞു. ബൈ ബൈ.